നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തു. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആഹാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആഹാരം എന്ന് പറയുന്നത് അതാണ്. അതേക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഹാരത്തെക്കുറിച്ചിട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഏത് തരത്തിലുള്ള ആഹാരം കഴിക്കണം, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ കഴിക്കേണ്ടത്, ശരീരത്തിൻ്റെ പോഷക ന്യൂട്രീഷൻ പോഷണം നടക്കാനായിട്ട് രീതിയിലുള്ള ഭക്ഷണം, ഏത് ഭക്ഷണമാണ് നല്ലത്, പല രീതിയിലുള്ള ചർച്ചകളുണ്ടായിട്ടുണ്ട്. മോഡേൺ മെഡിസിൻ അതിൻ്റെതായിട്ടുള്ള കുറേ സിദ്ധാന്തങ്ങളുണ്ട്, ആയുർവേദത്തിന് അതിൻ്റെതായിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട്. ഇതെല്ലാം കൂടാതെ ട്രഡീഷണലായിട്ട് നമുക്ക് കുറേ വിശ്വാസങ്ങളും ഉണ്ട്. ചില ഭക്ഷണം ഇതാണ് ചൂടാണ്, ചിലത് തണുപ്പാണ്, ചിലത് സാത്വികമാണ്, ചിലത് രാജസികമാണ്. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അതേക്കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ളതാണ്. കോൺഷ്യസിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൂടുതൽ സെൽഫ്ലെസ്നെസ്സിലേക്ക് ഉയർത്തുക, സ്നേഹത്തിലേക്ക് ഉയർത്തുക, എല്ലാവരുടെയും ഉള്ളിലേക്ക് കണക്ട് ചെയ്യാൻ തക്കോണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, എല്ലാവരുടെയും ഉള്ളിലുള്ള ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയിട്ട് മാറുന്നത്. സംസാരിക്കേണ്ട ആവശ്യം തന്നെ വരുന്നത്. ലോകത്തിന്റെ യഥാർത്ഥത്തിലുള്ള കണ്ടീഷൻ, എല്ലാവരും ഹൃദയത്തിലുള്ള കണ്ടീഷനൊക്കെ നമുക്ക് അത്ര വേഗം തിരിച്ചറിയാൻ പറ്റും. അതാണ് സ്നേഹത്തിന്റെ അത്ഭുതം.
അപ്പൊ അങ്ങനെ ഉയർത്തുന്ന തരത്തിലായിരിക്കും നമ്മുടെ ജീവിതം. അപ്പൊ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, മനസ്സിനെ നമ്മൾ ഇന്ദ്രിയ തലത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മനസ്സ് ഉയരില്ല. രണ്ട് ഡയറക്ഷൻ ഒരു സമയത്ത് തന്നെ പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്, യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മാമൺ അലൈക്ക് എന്ന് പറഞ്ഞു. മാമൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും. ഈ ശരീരവും ഇന്ദ്രിയങ്ങൾ വളരെ മോശപ്പെട്ട ഒരു സാധനമാണ്, ഇത് നശിപ്പിച്ചു കളയാ നല്ലത്, ഇതുള്ളത് കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന പല പല സ്പിരിച്വൽ സമ്പ്രദായങ്ങളുണ്ട്. ശരീരത്തിനെ പീഡിപ്പിക്കുക, സെലിബസി, വിവാഹം ചെയ്യാതിരിക്കുക, വിശക്കുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, ഫാസ്റ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ ശരിയാണോ? ഒരു ഉദാഹരണം പറയാം. ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കഴിക്കാണ്ടിരിക്കുക, അതിനൊരു ത്യാഗം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിക്കാണ്ട് ഇരിക്കുകയും ചെയ്യുക, മനസ്സിൽ അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതെങ്ങനെ ഫാസ്റ്റിംഗ് ആവുന്നു? നമ്മൾ ഇവിടെ ഒരു ദോശ തിന്നുന്നതിന് പകരം മനസ്സിൽ 1000 ദോശകൾ തിന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ മാറ്റം കൊണ്ടുവരേണ്ടത് പുറത്തല്ല, ഉള്ളിലാണ്. വെജിറ്റേറിയൻ ഭക്ഷണമാണോ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണോ നല്ലത്? ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, വെജിറ്റേറിയൻ ഇസ് ബെറ്റർ, അനുയോജ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് പോളാർ റീജിയനിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെജിറ്റേറിയനിസം പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് അതിന് പറ്റുന്ന ഭക്ഷണം, ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഭക്ഷണം, ഇന്ദ്രിയ തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാത്ത ഭക്ഷണം, അതാണ് ശരിക്കും സ്പിരിച്വലി എലിവേറ്റ് ചെയ്യുന്നത്. കാരണം ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ അവിടേക്ക് തന്നെ പോകുന്നത്. ഭക്ഷണം വളരെ വളരെ നമ്മളെ പിടിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് നാവിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നാവ് രണ്ട് വിധത്തിൽ, ഭക്ഷണം കഴിക്കുന്ന രീതിയിലും സംസാരിക്കുന്ന കാര്യത്തിൽ നാവിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ടേസ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്, മനസ്സിൽ ടേസ്റ്റ് നിലനിൽക്കുന്നു, പുറമെ മാത്രം ഇന്ദ്രിയ നിഗ്രഹണം ചെയ്യുന്നു. അതിന് ഹിപ്പോക്രസി എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിന്റെ തലത്തിൽ അതിനെ വിഡ്രോ ചെയ്യാൻ സാധിക്കണം. അപ്പൊ അതിന് ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ പലപ്പോഴും ഹെൽപ്ഫുൾ ആവുന്നില്ല, സഹായകരമാവുന്നില്ല. മാറി നിന്നിട്ട് കാര്യമില്ല, വാസന വരും, പിന്നെ അങ്ങോട്ട് അട്രാക്ട് ആവും. അപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ മധുരം കഴിക്കാൻ വല്ലാതെ ആഗ്രഹമാണ്, ആരും കാണാണ്ട മധുരം തിന്നും. അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് മധുരം കഴിക്കാണ്ട് ഇരിക്കുക നിർബന്ധപൂർവ്വം, അത് നല്ലതല്ല എന്ന് ചിന്തിക്കുന്നു, ഫോഴ്സ്ഫുൾ ആയിട്ട് ചിന്തി. അത് രണ്ടും ചിലപ്പോൾ ഡേഞ്ചറസ് ആവും. മധുരത്തെക്കുറിച്ചുള്ള ചിന്ത മധുരം കഴിക്കുന്നേക്കാളും ഡേഞ്ചറസ് ആയി മാറും. അപ്പൊ എങ്ങനെയാ ഇതിനൊരു മോചനം? ഇതിനൊക്കെ ഒരു വഴി മാത്രമേ ഉള്ളൂ, നമ്മളുടെ മനസ്സിനെ ആദ്യ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുക, യോഗയുക്തനാവുക എന്ന് ഭഗവാൻ പറയുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ, നമ്മുടെ മനസ്സ് യുക്തമായിരിക്കണം. ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജസ്വ യോഗ കർമ്മസു കൗശലം എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മയോഗം എന്ന് പറയും ബുദ്ധിയെ യഥാർത്ഥ ദിശയിലേക്ക് തിരിച്ചു വിട്ടിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് മനസ്സിന്റെ തലത്താണ്. മനസ്സിന്റെ ഉയർച്ചയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വളരെ സിമ്പിളായി. അപ്പൊ നമുക്ക് മനസ്സിനെ റെഗുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മെഡിറ്റേറ്റ് ചെയ്യുക, പിന്നെ താഴേക്കുള്ള ടെൻഡൻസീസ് ഉള്ളിലാണ്, പുറത്തല്ല. അപ്പൊ ക്ലീനിങ് ചെയ്യുക, ശുദ്ധീകരണം ചെയ്യുക, അത് നമ്മുടെ ഒരു കടമയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. എന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി, ഞാൻ കുളിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ വൃത്തികെട്ട രീതിയിൽ ഇറങ്ങാൻ പാടില്ല. മനസ്സ് മോശമായിട്ട് ലോകത്തിലിറങ്ങുന്നത് എത്ര അപകടമാണ്, എനിക്കല്ല ലോകത്തിന് തന്നെ അപകടമാണ്. എത്ര പ്രശ്നങ്ങളായി ലോകത്തിലുണ്ട്. മനസ്സിന് സമാധാനം ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മളെവിടെ ഉണ്ടാവുന്ന യുദ്ധങ്ങളും പീഡനങ്ങളും എല്ലാം ഉണ്ടാവുന്നത് മനസ്സിന് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എല്ലാവരും എന്നെ പോലെ ആക്കി തീർക്കും. അവരവർക്ക് അവരവരുടെ ജീവിതം ജീവിച്ചൂടെ? എല്ലാവർക്കും അവരവരുടെ ഫ്രീഡം കൊടുത്തിട്ട് അവരുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ നൽകിക്കൂടെ? അവർക്ക് മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. നിർബന്ധപൂർവ്വം നമ്മുടെ വഴിയിലൂടെ നയിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ വഴിയിലൂടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടോ നമ്മൾ പോകുന്ന വഴി ശരിയാണെന്ന്? ഭൗതികമായിട്ടുള്ള വഴി, ആധ്യാത്മിക വഴി ശരിയാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. എൻ്റെ മനസ്സ് ഉയരുകയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കി അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാം. പക്ഷെ മെറ്റീരിയൽ ആയിട്ടുള്ള ലോകത്തിൽ നമുക്ക് അധികം ഇടപെടാൻ സാധിക്കില്ല. സാമ്പത്തികമായിട്ടും
രാജ്യത്തിൽ പല പല വ്യത്യാസം. അവിടെ അവർക്ക് അവരവര് അനുയോജ്യമായിട്ടുള്ള ജീവിതം ജീവിക്കണം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്രസ്സിന് അതിന്റെ കോഡ്സ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഷർട്ട് ഇടാണ്ട് മുണ്ടെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ സിംപ്ലിസിറ്റി എന്നത് ശരീരത്തിന്റെ തലത്തിലല്ല, മനസ്സിന്റെ തലത്തിലാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി. അപ്പൊ യോഗയുക്തൻ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആഹാരം അതാണെന്ന് മനസ്സിലാവുന്നു. പ്രധാന ആഹാരത്തിലേക്ക് കണക്ട് ചെയ്ത മറ്റുള്ള ആഹാരങ്ങൾ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാവും, ഈ ബോഡിയിൽ നിലർത്തുക. പക്ഷെ എനിക്ക് മനസ്സിലായി കണക്ഷൻ അവിടുന്നാണ്. അപ്പൊ ക്രമേണ ക്രമേണ ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്ത് നോക്കുക, മനസ്സിലാവും. സഹജമാർഗം പ്രാക്ടീസ്, സഹജമാർഗം ആർട്ട് പ്ലസ് അത്ര സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഈ തർക്കങ്ങൾ ഇല്ലാണ്ടാവും. അല്ലേ നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഇങ്ങനെ വെജിറ്റേറിയനിസം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ ഈ ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മണ്ണെണ്ണ ഒഴിച്ചാലും ഓടും. പക്ഷെ റോക്കറ്റ് മുകളിലേക്ക് വിക്ഷേപണം നടത്തുന്ന മണ്ണെണ്ണ ഒഴിച്ചാൽ പോകും. ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫ്യൂവൽ വേണം. അതുപോലെ നമ്മൾ സ്പിരിച്വലി ഉയരണമെന്ന് നമ്മുടെ ഉള്ളിലേക്കുള്ള ഇൻപുട്സ് അത്രയും പ്യൂരിഫൈഡ് ആവണം, നിസ്വാർത്ഥമാവണം, ആരെയും ഹേർട്ട് ചെയ്യാതെ. മാക്സിമം ഇവിടെ ഹേർട്ട് ചെയ്യാതെ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? ഇപ്പൊ വെജിറ്റേറിയനിസോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ജീവിതം മറ്റുള്ളവർക്ക് ഹേർട്ട് ആവണമെങ്കിൽ അതിനെ നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ സാധിക്കും. ഒരാളുടെ ജീവിതത്തിനോട് മറ്റുള്ളവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട്. അതിനെ സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ സാധിക്കും. നമ്മൾ ഡിസാർമണിയാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം വേറൊരാൾക്ക് വേദന ഇല്ലാത്ത രീതിയിലാവണം, അവരെയും ഈ വഴിയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും, യഥാർത്ഥ ലക്ഷ്യം തിരിച്ചുവിടാം. അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ പതുക്കെ വീണ് പോകും. ആഹാരത്തിനെ കുറിച്ചുള്ള ഈ ഡിസ്കഷൻ തന്നെ കൂടുതൽ വരുന്നത് ലക്ഷ്യബോധം വരാത്തതുകൊണ്ടാണ്. കാരണം ശരീരം നിലനിർത്തലാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ തരത്തിൽ ആഹാരത്തിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരം നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ ഈ ഡിസ്കഷൻ തന്നെ ഒരു വലിയ പ്രാധാന്യം ഉണ്ടാവില്ല എന്നുള്ളത്. പ്രത്യാഹാരം അഷ്ടാംഗ പദ്ധതിയിലെ പ്രധാനപ്പെട്ട കാര്യം പ്രത്യാഹാരത്തിന്റെ ശരിക്കുള്ള അടിസ്ഥാനം എന്നുള്ള ശരിക്കുള്ള ആഹാരം മനസ്സിലാക്കുക എന്നുള്ളത്. ആ ആഹാരം ലഭിച്ച പ്രാണസ്യ പ്രാണം ലഭിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആഹാരങ്ങൾ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ, ആ ആഹാരത്തിലേക്ക് നമ്മൾ നയിക്കുന്ന രീതിയിലാവും. അവരൊന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യും, ശരീരത്തിലെ എല്ലാ കോശങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യും, യൂണിവേഴ്സ് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണം എന്നുള്ളത് അതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് സ്പിരിച്വാലിറ്റിന്റെ ശരിക്കുള്ള ഒരർത്ഥത്തിൽ മനസ്സിലാക്കരുത്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പ്രാധാന്യം നൽകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഭക്ഷണം സിംപ്ലിഫൈ ചെയ്ത് വരും, സിംപ്ലിഫൈഡ് ആവും. ശരിക്കുള്ള ഒരു സാധകൻ ഇത് ക്വസ്റ്റ്യൻ തന്നെ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ നിർത്താം. അടുത്ത സെഷനിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.